സോ ഹിയർ നമ്മൾ ഈ ഒരു പവർ ട്രാൻസ്മിഷൻ സിസ്റ്റത്തിന് നമ്മൾ മെക്കാനിക്കൽ പവർ ട്രാൻസ്മിഷൻ എന്നാണ് പറയുന്നത്. സോ ഈ ഒരു വിങ്ങിന് തന്നെ, അതായത് മെക്കാനിക്കൽ പവർ ക്യാൻ ബി ട്രാൻസ്മിറ്റഡ് ഫ്രം വൺ ഷാഫ്റ്റ് ടു അനദർ ബൈ ഫോളോയിങ് ഡ്രൈവ്സ് എന്നാണ് പറയപ്പെടുന്നത്. അതായത് നമുക്ക് ഒരു സോഴ്സിൽ നമ്മളൊരു ടൈപ്പുള്ള എനർജി എടുത്തു, ഈ എനർജിനെ നമുക്ക് വേറൊരു സ്പോട്ടിൽ എത്തിക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഏതൊക്കെ രീതിയിൽ ഈ ഒരു എനർജീനെ നമുക്ക് വേറെ രീതിയിൽ അല്ലെങ്കിൽ വേറെ സ്ഥലത്തേക്ക് എത്തിക്കാൻ പറ്റും, അതിനാണ് നമ്മൾ ആക്ച്വലി പവർ ട്രാൻസ്മിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മെക്കാനിക്കൽ പവർ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് നമുക്ക് കുറേ രീതിയിൽ ചെയ്യാൻ പറ്റും. ഒരുപാട് രീതിയിലുള്ള ഡ്രൈവ്സ് യൂസ് ചെയ്യണം നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനകത്ത് നമ്മൾക്ക് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന പവർ ട്രാൻസ്മിഷൻ സിസ്റ്റംസ് ആണ് നമുക്ക് ബെൽറ്റ് ഡ്രൈവ്, ഗിയർ ഡ്രൈവ്, ചെയിൻ ഡ്രൈവ്. അപ്പം ഇത് മൂന്നും ആയിരിക്കും നമ്മൾ ഇമ്പോർട്ടൻസ് ആയിട്ട് കൊടുത്ത് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഈ ഒരു ഡ്രൈവ് പഠിക്കണമെങ്കിൽ, പവർ ട്രാൻസ്മിഷൻ സിസ്റ്റംസിനെ പറ്റി നമുക്കൊരു കുറച്ച് കൺസെപ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ട് കാര്യങ്ങൾ അറിയണം. അതായത് ദ ഷാഫ്റ്റ്, അതായത് ഈ പവർ ട്രാൻസ്മിഷൻ നടക്കുന്നത് എപ്പോഴും ഷാഫ്റ്റുകൾ തമ്മിലായിരിക്കും. ഏതെങ്കിലും ഒരു ഏരിയയിൽ നിന്ന് പർട്ടിക്കുലർ ഏരിയയിലേക്ക് നമ്മൾ പവർ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഒരു ഷാഫ്റ്റിൽ നിന്ന് വേറെ ഷാഫ്റ്റിലേക്ക്. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിപ്പെൻഡ് ചെയ്യുന്ന ഡ്രൈവ്സ് ആണ് ഈ ബെൽറ്റ് ഡ്രൈവ്, ഗിയർ ഡ്രൈവ്, ചെയിൻ ഡ്രൈവ്സ് എന്നൊക്കെ പറയുന്ന കാര്യം. അതിനകത്ത് ഓൾറെഡി നിങ്ങളിതെല്ലാം കണ്ടിട്ടുള്ളതോ അല്ലെങ്കിൽ നിങ്ങളിത് കേട്ടിട്ടുള്ളതോ ഒക്കെ ആയിരിക്കണം. ഓക്കെ, സോ ദ ഷാഫ്റ്റ് ഫ്രം വിച്ച് ദ പവർ ഇസ് ട്രാൻസ്മിറ്റഡ് ഈസ് കോൾഡ് ഡ്രൈവർ ഷാഫ്റ്റ്. അപ്പൊ ഏത് ഷാഫ്റ്റിൽ നിന്നാണോ എനിക്ക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടത് അതിനെ നമ്മൾ ഡ്രൈവർ ഷാഫ്റ്റ് എന്ന് പറയും. ഓക്കെ, ഏത് ഷാഫ്റ്റിൽ നിന്നാണോ എനിക്ക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടത് അതിനെ ഡ്രൈവർ ഷാഫ്റ്റ് എന്ന് പറയും. ഇനി ഏത് ഷാഫ്റ്റിലേക്കാണോ എനിക്ക് പവർ ട്രാൻസ്ഫർ ചെയ്ത് കൊണ്ടുവരേണ്ടത് അതിനെയാണ് ഡ്രിവൺ ഷാഫ്റ്റ് എന്ന് പറയുന്നത്. Okay, the shaft from which the power is transmitted is called the driver shaft, and the shaft to which the power is to be transmitted is called the driven shaft. അപ്പം ഡ്രൈവർ ഷാഫ്റ്റിലാണ് എപ്പോഴും എന്ത് അവൈലബിൾ ആണ്, എനർജി അവൈലബിൾ ആകുന്നത്. ആ എനർജി എനിക്ക് വേറെ ഷാഫ്റ്റിലേക്ക് എത്തിക്കുമ്പോഴത്തേക്കും നമ്മളതിന് ഡ്രിവൺ ഷാഫ്റ്റ് എന്ന് പറയും. ഓക്കെ, the choice for the type of drive depends upon the factors like distance between the shaft, amount of power to be transmitted, speed ratio of the shaft and accuracy required. അതായത് ഷാഫ്റ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്, എത്രത്തോളം ക്വാണ്ടിറ്റി ഓഫ് പവർ ആണ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ഇനി ഈ ഒരു ഷാഫ്റ്റിൽ നിന്ന്, അതായത് ഡ്രൈവർ ഷാഫ്റ്റിൽ നിന്ന് ഡ്രിവൺ ഷാഫ്റ്റിലേക്ക്, ഇനി ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. ഡ്രൈവർ ഷാഫ്റ്റ് എന്ന് പറയുന്നതാണ് നമുക്ക് ഇപ്പം പവർ അവൈലബിൾ ആവുന്ന ഒരു ഷാഫ്റ്റ് എന്ന് പറയുന്നത്. ഏത് ഷാഫ്റ്റിലേക്കാണോ ഈ അവൈലബിൾ ആവുന്ന പവർ ഞാൻ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കേണ്ടത് അതിനെയാണ് നമ്മൾ ഡ്രിവൺ ഷാഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു ചോയ്സ് എന്ന് പറയുന്നത് നമ്മൾ ഏത് ഡ്രൈവ്, നമുക്ക് ബെൽറ്റ് ഡ്രൈവ് വേണോ, ഗിയർ ഡ്രൈവ് വേണോ, ചെയിൻ ഡ്രൈവ് വേണോ, ഇതൊക്കെ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ബേസ്ഡ് ഓൺ ദിസ് കണ്ടീഷൻസ് ആണ്. എന്തൊക്കെയാണ്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഷാഫ്റ്റ്, ഈ രണ്ട് ഷാഫ്റ്റുകൾ തമ്മിൽ, അതായത് ഡ്രിവൺ ഷാഫ്റ്റും ഡ്രൈവർ ഷാഫ്റ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ്, ഈ ഷാഫ്റ്റുകളിൽ എത്രത്തോളം പവറാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്, അതായത് പവർ, ദ എമൗണ്ട് ഓഫ് പവർ ടു ബി transmitted from the driver shaft to the driven shaft, the speed ratio of the shaft, അതായത് രണ്ട് ഷാഫ്റ്റും ഒരേ സ്പീഡിലായിരിക്കത്തില്ല കറങ്ങുന്നത്. ചിലപ്പോൾ നമുക്ക് ഡ്രൈവർ ഷാഫ്റ്റിൽ നിന്നേക്കാളും കൂടിയ സ്പീഡിൽ നമ്മുടെ ഡ്രിവൺ ഷാഫ്റ്റ് കറങ്ങേണ്ടി വരും, ചിലപ്പോൾ കുറഞ്ഞ സ്പീഡിൽ നമ്മുടെ ഡ്രിവൺ ഷാഫ്റ്റ് കറങ്ങേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഡ്രൈവർ ഷാഫ്റ്റ് എപ്പോഴും എന്തായിരിക്കും, ഒരു കോൺസ്റ്റന്റ് സ്പീഡിലായിരിക്കും റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡ്രിവൺ ഷാഫ്റ്റ് എന്നായിരിക്കും എന്ത് ചെയ്യുന്നത്, RPMs വ്യത്യാസം വരും. ഒന്നെങ്കിൽ കൂടിയ RPMത്തിൽ കറങ്ങേണ്ടി വരും, ചിലപ്പോൾ കുറഞ്ഞ RPMത്തിൽ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യേണ്ടി വരും. സോ എന്ത് ടൈപ്പ് ഓഫ് സ്പീഡ് റേഷ്യോസ് ആണ് നമുക്ക് വേണ്ടത്? ദെൻ ആക്യുറസി എന്ന് വെച്ചാൽ പവർ ട്രാൻസ്ഫർ ചെയ്ത് വരുമ്പോഴത്തേക്ക് ആ എനർജിയുടെ ട്രാൻസ്ഫറിന്റെ റേറ്റ് എത്രയാ വരുന്നു, അതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഈ ഒരു ഫാക്ടേഴ്സ് ഒക്കെ വെച്ചുകൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് ഏത് മെക്കാനിക്കൽ പവർ ട്രാൻസ്മിഷൻ സിസ്റ്റം വേണമെന്ന് പ്രിഫർ ചെയ്യുന്നത്. ഗോട്ട് ദ ഇൻട്രൊഡക്ഷൻ? Yes, sir. Yes, sir. Okay, so the method used for mechanical power transmissions, belt drive ഉണ്ട്, gear drive ഉണ്ട്, chain drive ഉണ്ട്. ഇപ്പോൾ ഓരോന്നും നമ്മൾ സ്പെസിഫിക്കലി എടുത്ത് പഠിക്കാൻ പോവാണ്. ഓക്കെ, സോ ബെൽറ്റ് ഡ്രൈവ് എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മുടെ മനസ്സിൽ വേണ്ടതെന്ന് പറയുന്നത് രണ്ട് ഷാഫ്റ്റുകൾ, ഒരു ഷാഫ്റ്റിൽ നിന്ന് ഈ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഷാഫ്റ്റാണ്, അതായത് ഇതിനകത്ത് എനർജി അവൈലബിൾ ആകുന്ന ഷാഫ്റ്റാണ്. ഈ ഷാഫ്റ്റിൽ നിന്ന് എനിക്ക് ഈ ഷാഫ്റ്റിലേക്ക് പവർ ട്രാൻസ്ഫർ ചെയ്ത് കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് യൂസ് ചെയ്യുന്നത്, ഈ ഒരു ഡ്രൈവ്സ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിനെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന മെക്കാനിസംസ് ഉണ്ട്. ആ മെക്കാനിസംസ് ആണ് നമ്മളിവിടെ പറഞ്ഞ എന്താണ്, ബെൽറ്റ് ഡ്രൈവ് ഉണ്ട്, ഗിയർ ഡ്രൈവ് ഉണ്ട്, ചെയിൻ ഡ്രൈവേഴ്സ് ഉണ്ടെന്നൊക്കെ പറയുന്നത്. ഇനി ഈ ഒരു ഷാഫ്റ്റ് ആണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇതിനെ ഡ്രൈവർ ഷാഫ്റ്റ് എന്നും, ഈ ഷാഫ്റ്റിലേക്കാണ് ഞാൻ റൊട്ടേഷൻ കൊണ്ടുവരേണ്ടതെങ്കിൽ അതിനെ ഡ്രിവൺ ഷാഫ്റ്റും എന്നായിരിക്കും പറയുന്നത്. ഇനി ഈ ഷാഫ്റ്റുകളെ നമ്മൾ ഏതൊക്കെ രീതിയിലാണ് കണക്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം യൂസ് ചെയ്യുന്നത് ബെൽറ്റ് ഡ്രൈവിനെ ഡിപ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ബെൽറ്റ് ഡ്രൈവ് എന്ന് പറയുന്നത് എന്താണ്,
A belt is a thin, inextensible band made of leather, rubber, steel, canvas, or ബലാട്ട. അപ്പൊ ഈ ടൈപ്പ് മെറ്റീരിയൽസ് യൂസ് ചെയ്ത് ഒന്നെങ്കിൽ റബ്ബർ വെച്ചോ ലെതർ വെച്ചോ സ്റ്റീൽ വെച്ചിട്ടോ ഓർ ബലാട്ട വെച്ചിട്ടോ ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഇൻഎക്സ്റ്റെൻസിബിൾ ആയിട്ടുള്ള അതായത് വലിയാത്ത ഒരു ബാൻഡാണ്, തിൻ ബാൻഡിനെയാണ് നമ്മൾ ബെൽറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ബെൽറ്റ് വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഡ്രിവൻ ഷാഫ്റ്റും ഡ്രൈവർ ഷാഫ്റ്റും നമ്മൾ കണക്ട് ചെയ്യുന്നതും റൊട്ടേഷൻ ട്രാൻസ്ഫർ ചെയ്യുന്നതും. ഇതൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ളതായിരിക്കും. എവിടെയൊക്കെയാണ് നമ്മൾ ഫ്ലോർ മില്ലൊക്കെ പോയി കഴിഞ്ഞാൽ പൊടിക്കുന്ന മില്ലുകളിൽ പോയി കഴിഞ്ഞാൽ യു ക്യാൻ സീ ദിസ് ബെൽറ്റ് ഡ്രൈവ്സ്. ഓക്കെ, so these are used to transmit the rotary motion and hence the power between two parallel shafts which are situated up to 15 meters. അതായത് ഈ ഷാഫ്റ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഒരു 15 മീറ്റേഴ്സിനൊക്കെ ഉള്ളിലൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രൈവ് എന്ന് പറയുന്നത് ബെൽറ്റ് ഡ്രൈവ് ആയിരിക്കും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഷാഫ്റ്റുകൾ തമ്മിൽ കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഒരു ബെൽറ്റ് ആയിരിക്കും. ഓക്കെ, സോ ഇത് എങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിപ്പെൻസ് ദ ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ ബെൽറ്റ് ആൻഡ് ദ പുള്ളി. സോ വി ആർ ഇൻട്രൊഡ്യൂസിങ് അനദർ ഫാക്ടർ കോൾഡ് പുള്ളി. അപ്പം ഈ ഷാഫ്റ്റിനകത്ത് ഞാൻ ഒരു പുള്ളി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഈ കാണുന്നതാണ്, ഇപ്പം ഇതാണ് നമ്മുടെ ഷാഫ്റ്റ്, ഇതാണ് അടുത്ത ഷാഫ്റ്റ്. ഇത് ചിലപ്പോൾ ഡ്രൈവർ ഷാഫ്റ്റ് ആവും, ഇത് ഡ്രിവൻ ഷാഫ്റ്റ് ആവും, ഡിപ്പെൻസ് അപ്പോൺ ദ കണ്ടീഷൻ. ഇനി ഇതിനകത്ത് നിന്ന് നമ്മൾ ഈ ഷാഫ്റ്റിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബെൽറ്റ് ഡ്രൈവ് ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഷാഫ്റ്റിലേക്ക് നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഡിസ്കിനെയാണ് നമ്മൾ പുള്ളി എന്ന് പറയുന്നത്. ഇതാണ് പുള്ളി എന്ന് പറയുന്ന സാധനം. ഇപ്പൊ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഷാഫ്റ്റ്, ഇതാണ് അടുത്ത ഷാഫ്റ്റ്. ഈ ഷാഫ്റ്റുകൾ തമ്മിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പവർ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ഇതിന്റെ മേളിൽ അറ്റാച്ച് ചെയ്യുന്ന സാധനത്തെയാണ് നമ്മൾ പുള്ളി എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ ബെൽറ്റ് ആൻഡ് ദ പുള്ളി ഈസ് റെസ്പോൺസിബിൾ ഫോർ ട്രാൻസ്മിറ്റിംഗ് പവർ ഫ്രം വൺ പുള്ളി ടു അനദർ. അപ്പം ഇതിന്റെ ഇടയിൽ ഈ ബെൽറ്റും ഈ പുള്ളിയുടെ ഇടയിൽ നിന്നുണ്ടാവും ഫ്രിക്ഷണൽ കോണ്ടാക്ട് ഉണ്ടാകും. ഈ ഫ്രിക്ഷണൽ കോണ്ടാക്ട് ആണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്, ഈ റൊട്ടേഷൻ ഉണ്ടാക്കുന്നത്. ഓക്കെ, ബെൽറ്റ്സ് ആർ സപ്പോർട്ടഡ് ബൈ പുള്ളീസ് ഇൻ ഡ്രൈവിംഗ് ആൻഡ് ഡ്രിവൻ ഷാഫ്റ്റ്. ഓരോ ഷാഫ്റ്റിലും എന്തുണ്ടാവും, ഈ ബെൽറ്റ് പുള്ളീസ് അറേഞ്ച്മെന്റ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി ഏതൊക്കെ ടൈപ്പ് ബെൽറ്റ് ഡ്രൈവ്സ് ഉണ്ടെന്നുള്ളതാണ്. നമുക്ക് ആക്ച്വലി ഫ്ലാറ്റ് ബെൽറ്റ് ആൻഡ് വി ബെൽറ്റ് ബേസ്ഡ് ഓൺ ദ ഷേപ്പ് ഓഫ് ദ ബെൽറ്റ് ആണ്. നമുക്ക് അവൈലബിൾ ആകുന്ന ബെൽറ്റിന്റെ ഷേപ്പ് അനുസരിച്ച് നമുക്ക് ഫ്ലാറ്റ് ബെൽറ്റും ഉണ്ട്, വി ബെൽറ്റും ഉണ്ട്. പിന്നെ ബേസ്ഡ് ഓൺ ദ ഡ്രൈവ്സ്, ഈ ബെൽറ്റ് ഡ്രൈവ്സിനെ നമുക്ക് ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ് എന്ന് പറയാം, ക്രോസ് ബെൽറ്റ് ഡ്രൈവ്സ് എന്ന് പറയാം, ബെൽറ്റ് ഡ്രൈവ് വിത്ത് ഐഡലർ പുള്ളീസ് പറയാം, കോമ്പൗണ്ട് ബെൽറ്റ് ഡ്രൈവ്സ്, ദെൻ സ്റ്റെപ്പ് ഓർ കോൺ പുള്ളി ഡ്രൈവ്സ്. ഇങ്ങനെയാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഇതിനെ ബെൽറ്റ് ഡ്രൈവ്സിന്. ഇനി ഫ്ലാറ്റ് ബെൽറ്റും വി ബെൽറ്റും എന്താണെന്ന് നോക്കി കഴിഞ്ഞാൽ, ഈ ഫ്ലാറ്റ് ബെൽറ്റ് എന്ന് പറയുന്നത് അപ്പിയേഴ്സ് ഇൻ ദ റെക്ടാങ്കുലർ ഇൻ ക്രോസ് സെക്ഷൻ. അതായത് ഞാൻ ഈ ബെൽറ്റിനെ എടുത്ത് നെടുകെ മുറിച്ചു കഴിഞ്ഞാൽ അതിന്റെ അപ്പിയറൻസ് എന്ന് പറയുന്നത് റെക്ടാങ്കുലർ ഷേപ്പ് ആയിരിക്കും. ഇങ്ങനെ ആയിരിക്കും നമ്മളതിന്റെ ഷേപ്പ് കാണുക. ഇതാണ് നമ്മുടെ ഫ്ലാറ്റ് ബെൽറ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഈ പുള്ളിയുടെ മേളിൽ ഈ സാധനം ഇങ്ങനെ കിടക്കും. അതായത് ക്രോസ് സെക്ഷൻ ആണ്. ബെൽറ്റും പുള്ളിയും കൂടെ തമ്മിൽ എന്തായിരിക്കും, ഒരു ടോട്ടൽ കോണ്ടാക്ട് ഉണ്ട്, സർഫസ് കോണ്ടാക്ട് കൂടുതലുണ്ടായിരിക്കും. ഇങ്ങനെ കിടക്കും, ഈ രീതിയിലായിരിക്കും കോണ്ടാക്ട് എടുക്കുന്നത് ക്രോസ് സെക്ഷൻ എടുക്കുകയാണെങ്കിൽ. ഇതാണ് പറയുന്നത് ഫ്ലാറ്റ് ബെൽറ്റ് എന്ന് പറയുന്നത്. ഇറ്റ്സ് അപ്പിയേഴ്സ് ഇൻ റെക്ടാങ്കുലർ ആൻഡ് ക്രോസ് സെക്ഷൻ ആൻഡ് റൺസ് ഓൺ ഫ്ലാറ്റ് പുള്ളീസ്. അപ്പോൾ ഫ്ലാറ്റ് പുള്ളീസിൽ മാത്രമേ നമുക്ക് ഫ്ലാറ്റ് ബെൽറ്റ്സ് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ദേ ആർ യൂസ്ഡ് ഇൻ സോമിൽസ് ആൻഡ് കൺവേയേഴ്സ്. വി ബെൽറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദീസ് ആർ യൂസ്ഡ് മെയിൻലി റീപ്ലേസ്ഡ് ബൈ ഫ്ലാറ്റ് ബെൽറ്റ്സ് എക്സെപ്റ്റ് വെൻ ഹൈ സ്പീഡ് ഈസ് നീഡഡ് ഓവർ പവർ. അതായത് നമുക്ക് ഹൈറ്റ് സ്പീഡ് റേഷ്യോസും പവറും ഒക്കെ വരുമ്പോൾ സമയത്താണ് നമ്മൾ വി ബെൽറ്റ് യൂസ് ചെയ്യുന്നത്. വി ബെൽറ്റ്സ് എന്ന് പറയുന്നത് വി അല്ല എൻ്റെ ഷേപ്പ് ഈസ് ആക്ച്വലി ട്രപ്പിസോഡൽ ക്രോസ് സെക്ഷൻ ആണ്. ഈ കാണുന്നതാണ് വി ബെൽറ്റ് എന്ന് പറയുന്നത്. ആക്ച്വലി ദേ കംസ് ഇൻ ഗ്രൂവ്സ്. നമ്മുടെ പുള്ളിക്കകത്ത് എന്തുണ്ടാവും, വി ഗ്രൂവ്സ് ഉണ്ട്. ഈ പുള്ളിക്കകത്ത് എന്ന് പറയുന്നത് മറ്റേ ഫ്ലാറ്റ് ബെൽറ്റ് ആകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, ഗ്രൂവ്സ് ഉണ്ടാകത്തില്ല, ഫ്ലാറ്റ് സർഫസ് ആയിരിക്കും ഉണ്ടാകുന്നത്. മേളിൽ കൂടെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സർഫസ് ആയിരിക്കും, അവിടെ ആയിരിക്കും ബെൽറ്റ് കിടക്കുന്നത്. പക്ഷെ വി ബെൽറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പുള്ളിയുടെ മേളിൽ എന്തുണ്ടാവും, ഗ്രൂവ്സ് ഉണ്ടാവും. ഈ ഗ്രൂവ്സിന്റെ ഉള്ളിലായിരിക്കും എന്ത് ചെയ്യാം, ഈ ബെൽറ്റിന്റെ ലോബ്സ് എൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്റ്റക്ക് ചെയ്യുന്നത്. വി ബെൽറ്റ്സ് ഹാവ് ട്രപ്പിസോഡൽ ക്രോസ് സെക്ഷൻ ആൻഡ് ദേ റൺസ് ഇൻ വി ഗ്രൂവ് പുള്ളീസ്. ഓക്കെ, സോ these are flat belts. So they comes in flat pulleys. Flat ആയിട്ടുള്ള പുള്ളിയിൽ അല്ലെങ്കിൽ ഫ്ലാറ്റ് കോണ്ടാക്ട് ആയിട്ടായിരിക്കും വരുന്നത്. സോ ദേ ക്യാൻ റെപ്രസെന്റ് ഇൻ ദിസ് വേ. ഇതാണ് ഫ്ലാറ്റ് പുള്ളി, ഫ്ലാറ്റ് ബെൽറ്റ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. വേ ബെൽറ്റ് ആകുമ്പോഴത്തേക്കും ആക്ച്വലി നമുക്ക് ലെസ് വേണമെങ്കിൽ പറയാം, ലെസ് പവർ മോർ ഡിസ്റ്റൻസിലേക്ക് നമ്മൾ ഫ്ലാറ്റ് ബെൽറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മോർ പവർ ലെസ് ഡിസ്റ്റൻസിലേക്ക് നമ്മൾ വി ബെൽറ്റ് ആയിരിക്കും പ്രിഫർ ചെയ്യുന്നത്. സോ ഇതാണ് വി ബെൽറ്റ് ഡ്രൈവ്സ് പറയുന്നത്. പുള്ളിക്കകത്ത് എന്തുണ്ടാവും, ഗ്രൂവ്സ് ഉണ്ടാവും. ഈ ഗ്രൂവ്സിനുള്ളിലോട്ടായിരിക്കും എന്ത് കിടക്കുക, വി ബെൽറ്റ് കിടക്കുക. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഇവിടെ ഫ്ലാറ്റ് ബെൽറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ദേ ക്യാൻ ബി
മിസ്അലൈൻമെന്റ്, ഇതിനകത്ത് തെന്നി മാറാനുള്ള സാധ്യതകളുണ്ട് ഫ്ലാറ്റ് ബെൽറ്റ്. പക്ഷെ വി ബെൽറ്റ് ഒരിക്കലും എന്ത് ചെയ്തില്ല, തെന്നി മാറത്തില്ല. അതുകൊണ്ട് തന്നെ മാക്സിമം പവർ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ക്ലിയർ? മനസ്സിലായോ? Yes, sir. Okay, so we can study what are the advantages of flat belt. This is used with the high speed drives. നമുക്ക് സ്പീഡ് കൂടിയ ഡ്രൈവ്സിനെല്ലാം നമുക്ക് ഫ്ലാറ്റ് ബെൽറ്റ്സ് യൂസ് ചെയ്യാം. ദിസ് ഈസ് യൂസ് ഇൻ ഇൻഡസ്ട്രിയൽ ആൻഡ് അബ്രസീവ് എൻവയോൺമെന്റ്. കാര്യം പൊടി പിടിച്ച സിറ്റുവേഷൻസിലോ ഇൻഡസ്ട്രിയൽ അറ്റ്മോസ്ഫിയർ എന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും, ഡേർട്ടും ഡസ്റ്റും ഒക്കെ ഉള്ള അറ്റ്മോസ്ഫിയർ ആയിരിക്കും ഇൻഡസ്ട്രിയൽ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. അവിടെ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് മിക്കവാറും എന്തായിരിക്കും, ബെൽറ്റ് ഡ്രൈവ്സ് ആയിരിക്കും, ഫ്ലാറ്റ് ബെൽറ്റ് ഡ്രൈവ്സ് ആയിരിക്കും. Then it absorbs shocks and vibrations. Moderate ആയിട്ടുള്ള ഷോക്സും വൈബ്രേഷൻസും ഒക്കെ ഈ ഫ്ലാറ്റ് ബെൽറ്റും അബ്സോർവ് ചെയ്യും. Then it can also have some typical long life compared to V belts. അഡ്വാൻറ്റേജസ് വി ബെൽറ്റ് പറയുകയാണെങ്കിൽ ദീസ് ആർ യൂസ്ഡ് ഫോർ ഹൈ സ്പീഡ് റേഷ്യോസ്. സ്പീഡ് റേഷ്യോസ് എന്ന് പറയുന്നത് ഡ്രൈവർ പുള്ളിക്കും ഡ്രിവൺ പുള്ളിക്കും തമ്മിലുള്ള സ്പീഡിന്റെ വ്യത്യാസമാണ്. ഡ്രൈവർ പുള്ളിയും ഡ്രിവൺ പുള്ളിയും തമ്മിലുള്ള ആർ പി എമ്മിന്റെ റേഞ്ച് വേരിയേഷൻസിനാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്പീഡ് വേരിയേഷൻസിനാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്പീഡ് റേഷ്യോസ് പറയുന്നത്. ഇത് നമുക്ക് വി ബെൽറ്റ് വഴി കണക്ട് ചെയ്തെടുക്കാൻ പറ്റും, കുറച്ച് നല്ല രീതിയിൽ എടുക്കാൻ പറ്റും. നല്ല സ്പീഡ് വേരിയേഷൻസ് ഒക്കെ നമുക്ക് വി ബെൽറ്റ് വഴി കണക്ട് ചെയ്തെടുക്കാൻ പറ്റും. ദെൻ നോ പോസിബിലിറ്റി ഓഫ് ബെൽറ്റ് കമ്മിങ് ഔട്ട് ഓഫ് ഗ്രൂവ്സ്. അതായത് ഈ ഗ്രൂവ്സിനകത്താണ് ഈ വി ബെൽറ്റ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പുള്ളിക്കകത്ത് നിന്ന് നേരത്തെ പറഞ്ഞത് ബെൽറ്റ് സ്ലിപ്പ് ചെയ്ത് പുറത്ത് വരാനുള്ള ചാൻസ് ഇല്ല, അല്ലെങ്കിൽ പുറത്തേക്ക് വരാനുള്ള ചാൻസസ് കുറവാണ്. ദെൻ ലോ പെർസെൻറ്റേജ് ഓഫ് സ്ലിപ്പ്. സ്ലിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഈ ബെൽറ്റിന്റെ മേളിൽ കൂടെ നമ്മൾ നേരത്തെ പറഞ്ഞു ഫ്രിക്ഷൻ ആണ്, ഈ ബെൽറ്റിന്റെയും ഈ പുള്ളിയുടെയും ഇടയിലുള്ള ഫ്രിക്ഷൻ കാരണമാണ് എന്ത് ചെയ്യുന്നത്, ആ റൊട്ടേഷൻ പോസിബിൾ ആവുന്നത്. ഇൻ കേസ് ഫ്രിക്ഷൻ ലോസസ് കാരണം ചിലപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാല് പുള്ളി റൊട്ടേറ്റ് ചെയ്യും, ബെൽറ്റ് റൊട്ടേറ്റ് ചെയ്തില്ല എൻ്റെ കൂടെ. ഇപ്പൊ നല്ല ഫ്രിക്ഷൻ പിടുത്തമില്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യും, പുള്ളി റൊട്ടേറ്റ് ചെയ്യും, പക്ഷെ എന്ത് ചെയ്യത്തില്ല, ബെൽറ്റ് എൻ്റെ കൂടെ റൊട്ടേഷൻ വരത്തില്ല. ഇതിനെയാണ് നമ്മൾ ആക്ച്വലി സ്ലിപ്പ് എന്ന് പറയുന്നത്. ഈ ബെൽറ്റിന് ഈ ഒരു പെർസെൻറ്റേജ് സ്ലിപ്പ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. ദെൻ മൾട്ടി ഡ്രൈവ്സ് ക്യാൻ ബി ടേക്കൺ ഫ്രം സിംഗിൾ പുള്ളി. ഒരു പുള്ളിയിൽ നിന്ന് തന്നെ നമുക്ക് മൾട്ടി ഡ്രൈവ്സ് എടുക്കാൻ പറ്റും. ഇതിനകത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതിനകത്ത് നിന്ന് എനിക്ക് വേറെ ഡ്രൈവ്സിലേക്ക് പോകാൻ പറ്റും. കാരണം ഇവിടെ ഞാൻ കാണിച്ചിട്ടുണ്ട്, കണ്ടോ, ഇവിടെ കണക്ട് ചെയ്ത് അതിൽ നിന്ന് വേറെ ഡ്രൈവിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. സോ മൾട്ടി ഡ്രൈവ് ക്യാൻ ബി ടേക്കൺ ഫ്രം എ സിംഗിൾ പുള്ളി. ഇനി നമ്മൾ ബേസ്ഡ് ഓൺ ദ ഡ്രൈവ്സ് നമ്മൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞിരിക്കുന്നത്. ഓപ്പൺ ഡ്രൈവ്. സോ ഓപ്പൺ ഡ്രൈവ് എന്ന് പറയുമ്പോഴത്തേക്കും രണ്ട് പാരലൽ ഷാഫ്റ്റുകളായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഈ രണ്ട് പാരലൽ ഷാഫ്റ്റുകൾ ഡിസ്റ്റൻസ് നമ്മൾ പറഞ്ഞു, മോഡറേറ്റ് ഡിസ്റ്റൻസ് ആണ് നമ്മൾ എപ്പോഴും ബെൽറ്റ് ഡ്രൈവ്സിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഈ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്ന അതേ ഡയറക്ഷനിലായിരിക്കും എന്ത് ചെയ്യുക, ഡ്രിവൺ പുള്ളിയും റൊട്ടേറ്റ് ചെയ്യുന്നത്. അതാണ് ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ് എന്ന് പറയുന്നത്. അതായത് ഡ്രൈവർ പുള്ളിയും ഡ്രിവൺ പുള്ളിയും ഒരേ സൈഡിൽ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ, ഒരേ ഇപ്പം ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്, ഇത് ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ് എന്ന് പറയും. അങ്ങനെ വരുന്ന സമയത്ത് ഈ ഒരു ഡ്രൈവ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് പിടിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ പിടിച്ച് ഇവിടെയാണ്, അപ്പൊ ഇവിടെയാണ് പിടുത്തം വരുന്നത്. സോ അതുകൊണ്ട് ഈ സൈഡ് എന്ന് പറയുന്നപ്പോഴും ടൈറ്റ് ആയിരിക്കും. ബെൽറ്റിന്റെ ഈ ഒരു പോർഷൻ എന്ന് പറയുന്നപ്പോഴും ടൈറ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് അതിനെ ടൈറ്റ് സൈഡ് എന്ന് പറയുന്നത്. ഈ ഒരു പോർഷൻ കുറച്ച് ലൂസ് ആയിരിക്കും, അതിനെ സ്ലാക്ക് സൈഡ് എന്ന് പറയും. ഓക്കെ, ഡ്രൈവർ പുള്ളി ഇതായത് കൊണ്ടാണ്. ഓക്കെ, ഇത് റൊട്ടേഷൻ അനുസരിച്ചൊക്കെ മാറും. ടൈറ്റ് സൈഡും സ്ലാക്ക് സൈഡും ഇതിന്റെ റൊട്ടേഷൻ അനുസരിച്ച് മാറും. തിരിച്ചു വരുമ്പോഴത്തേക്ക് ടൈറ്റ് സൈഡ് മുകളിലാവും. ആന്റി ക്ലോക്ക് വൈസ് ആണ് കറങ്ങുന്നതെങ്കിൽ ടൈറ്റ് സൈഡ് മുകളിലാവും, സ്ലാക്ക് സൈഡ് താഴെയാവും മാറും. ഓക്കെ, ഡിപ്പെൻഡ്സ് അപ്പോൺ ദ റൊട്ടേഷൻ. സോ ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ് യൂസ് ചെയ്യുന്ന എവിടെയാണ്, യൂസ്ഡ് ടു കണക്ട് വെൻ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഷാഫ്റ്റ് ഈസ് ക്വൈറ്റ് ലാർജ്. ദ upper side of the belt is known as slack side and lower side is known as tight side. അത് ഇതിന്റെ ഈ റൊട്ടേഷന്റെ ബേസ് ചെയ്താണ് നമ്മൾ പറയുന്നത്. ദെൻ ക്രോസ് ബെൽറ്റ് ഡ്രൈവ് ആകുമ്പോഴത്തേക്ക് പാരലൽ ഷാഫ്റ്റുകൾ തന്നെ, പക്ഷേ ഡ്രൈവർ പുള്ളി റൺ ചെയ്യുന്നതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും എന്ത് ചെയ്യുക, ഡ്രിവൺ പുള്ളി റൊട്ടേറ്റ് ചെയ്യുന്നത്. അതിനാണ് നമ്മൾ ക്രോസ് ബെൽറ്റ് ഡ്രൈവ് എന്ന് പറയുന്നത്. Used to connect shaft which are parallel and rotating in opposite direction. അതാണ് ക്രോസ് ബെൽറ്റ് ഡ്രൈവ് എന്ന് പറയുന്നത്. Okay. Then moving into the compound belt drive. അതായത് നമ്മളുടെ ഷാഫ്റ്റുകൾ തമ്മിലുള്ള, അതായത് ഡ്രിവൺ ഷാഫ്റ്റും ഡ്രൈവർ ഷാഫ്റ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് നല്ല കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇൻ ബിറ്റ്വീൻ വി അറേഞ്ച് അനദർ പുള്ളീസ്. അതായത് എനിക്ക് ഇവിടെ നിന്ന് ഇവിടെ എത്തിക്കുകയല്ല ചെയ്യേണ്ടത്, നല്ല ഡിസ്റ്റൻസിലേക്ക് കൊണ്ടുവരണം. അപ്പൊ അതിന്റെ ഇടയിൽ ഞാൻ എന്ത് ചെയ്യും, വേറെ ഒരു അറേഞ്ച്മെന്റും കൂടെ കൊടുക്കും, വേറെ പുള്ളി ഷാഫ്റ്റും കൂടെ കൊടുക്കും. ഇതിനാണ് കോമ്പൗണ്ട് ബെൽറ്റ് ഡ്രൈവ്സ് പറയുന്നത്. ദിസ് ടൈപ്പ് ഓഫ് ഡ്രൈവ്സ് ഈസ് യൂസ്ഡ് വെൻ
പവർ ഇസ് ട്രാൻസ്മിറ്റഡ് വൺ ഷാഫ്റ്റ് ടു അനദർ ത്രൂ നമ്പർ ഓഫ് പുള്ളീസ്. അപ്പം ഇതാണ് ഡ്രൈവർ പുള്ളി എങ്കിൽ ആദ്യം എന്ത് ചെയ്യും, ഇതിൽ നിന്ന് ഷാഫ്റ്റ് വേറെ ഷാഫ്റ്റിലേക്ക് കൊടുക്കും ഇൻ ബിറ്റ്വീൻ. അതായത് നമുക്ക് എത്തിക്കേണ്ടത് ഇവിടെയാണ്, ഇതാണ് നമ്മൾ ഡ്രിവൺ പുള്ളി എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, ഇടയ്ക്ക് ഒരു കോമ്പൗണ്ടിലേക്ക് കൊടുക്കും. അപ്പൊ ഇവിടെ റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യും, അതിനനുസരിച്ച് ഇവിടെ എത്തിക്കോളും. അപ്പം ബേസിക്കലി ഡ്രൈവർ പുള്ളി എന്ന് പറയുന്നത് ഇതാണ്, ഇത് രണ്ടും ഡ്രിവൺ പുള്ളീസ് ആണ്. പക്ഷേ ഇതിനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഡ്രിവൺ പുള്ളിയാണ്, ഇതാണ് ഡ്രൈവർ പുള്ളി. ഇവിടെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഡ്രൈവർ പുള്ളി എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, സോ അതാണ് കോമ്പൗണ്ട് ബെൽറ്റ് ഡ്രൈവ് എന്ന് പറയുന്നത്. മനസ്സിലായോ? Yes, sir. ഓക്കെ, സോ ദെൻ ബെൽറ്റ് ഡ്രൈവ്സ് വിത്ത് ഐഡലർ പുള്ളീസ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഷാഫ്റ്റുകൾ പാരലായിട്ട് തന്നെ അറേഞ്ച് ചെയ്ത് നല്ല ഡിസ്റ്റൻസും കാണും. പക്ഷേ ഈ ആംഗിൾ ഓഫ് കോൺടാക്ട് എന്ന് പറയുന്നത്, അതായത് ആംഗിൾ ഓഫ് കോൺടാക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബെൽറ്റിൽ നിന്ന് ഈ ബെൽറ്റിലേക്ക് വീഴുന്ന ഒരു ആംഗിൾ ഉണ്ടല്ലോ, ഈ ഒരു ആംഗിൾ, ഇതാണ് ആംഗിൾ ഓഫ് കോൺടാക്ട് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ആംഗിൾ ഓഫ് കോൺടാക്ട് വളരെ കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒരു പുള്ളിയും കൂടെ കൊടുക്കും. അതിനാണ് നമ്മൾ ഐഡലർ പുള്ളി എന്ന് പറയുന്നത്. മനസ്സിലായോ? ഈ ഐഡലർ പുള്ളി യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വളരെ ചെറിയ ഒരു പുള്ളിയിലേക്ക് നമ്മൾ പവർ ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് കൊടുക്കുന്നത്. മനസ്സിലായോ? സോ ദിസ് ഈസ് യൂസ്ഡ് വിത്ത് ഷാഫ്റ്റ് അറേഞ്ച്ഡ് ഇൻ പാരലൽ ആൻഡ് വെൻ ആൻഡ് ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ് cannot be used due to small angle of contact on the smaller pulleys. അപ്പം ചെറിയ കോൺടാക്ട് ടു സ്മോൾ ആംഗിൾ ഓഫ് കോൺടാക്ട് ഓൺ ദ സ്മോളർ പുള്ളീസ്. അപ്പം ചെറിയ ആംഗിൾ ഓഫ് കോൺടാക്ട് ഒക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ അതിന് സപ്പോർട്ട് ചെയ്യാനായിട്ട് സ്ലിപ്പ് ഒന്നും അല്ലെങ്കിൽ ഈ ഗ്രൂവിൽ നിന്ന് ഈ ബെൽറ്റിൽ നിന്ന് സ്ലിപ്പ് ചെയ്ത് പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഒരു സപ്പോർട്ട് കൊടുക്കുന്നതാണ് ഐഡലർ പുള്ളി എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ടോ? Then moving to the step or con pulleys. A step or con pulley is used for changing the speed of driven shaft while the driving shaft is maintained at a constant speed. അപ്പോൾ ഇവിടെ നോക്കുക കഴിഞ്ഞാൽ നമ്മുടെ ഇത് ഡ്രൈവർ ഷാഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇതെപ്പോഴും ഒരേ RPM-ത്തിലായിരിക്കും റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഡ്രിവൻ ഷാഫ്റ്റിലേക്ക് നമുക്ക് പല സ്പീഡുകൾ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ, പല സ്പീഡ് വേരിയേഷൻസ് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ വി ഡിപ്പെൻഡ് സ്റ്റെപ്പ് ഓർ കോൺ പുള്ളീസ്. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് ഈ ബെൽറ്റിന്റെ പൊസിഷൻസ് മാറുന്നതിനനുസരിച്ച് ഈ ഡ്രിവൻ ഷാഫ്റ്റിൽ വരുന്ന സ്പീഡും വ്യത്യാസമായിരിക്കും. പക്ഷെ എപ്പോഴും ഡ്രൈവർ ഷാഫ്റ്റ് ഒരേ സ്പീഡിൽ തന്നെ ആയിരിക്കും റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് സ്റ്റെപ്ഡ് ഓർ കോൺ പുള്ളീസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? Yes, sir. Yes, sir. Okay. So then advantages and disadvantages of belt drives. It does not need any type of lubrication. Very friction ആണ് നമ്മുടെ main reason for the rotation. So belt can be replaced easily and it is easily available. So belts എന്ന് പറയുന്നത് and availability വളരെ ഈസിയാണ്, റീപ്ലേസ് ചെയ്യാനും എളുപ്പമാണ്. Belts can accommodate some misalignment. ചെറിയ രീതിയിലുള്ള ഒരു മിസ്അലൈൻമെന്റ് ഒക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിലും ഇത് കോമ്പൻസേറ്റ് ചെയ്ത് പൊയ്ക്കോളും. ചെറിയ ഷാഫ്റ്റുകൾ, ഈ ഷാഫ്റ്റുകൾ തമ്മിലുള്ള പൊസിഷൻസിനകത്ത് ചെറിയ രീതിയിലൊക്കെ ഇത് വന്നു കഴിഞ്ഞാലും ഷാഫ്റ്റിന്റെ മേളിൽ നമുക്കൊരു കുറച്ച് രീതിയിൽ ഇത് പ്ലേ ചെയ്ത് പൊയ്ക്കോളും. കുറച്ച് രീതിയിലുള്ള മിസ്അലൈൻമെന്റ്സ് ഒക്കെ ഇത് അക്കോമഡേറ്റ് ചെയ്ത് പൊയ്ക്കോളും. ഇറ്റ് ക്യാൻ അബ്സോർബ് ഗുഡ് എമൗണ്ട് ഓഫ് ഷോക്സ് ആൻഡ് വൈബ്രേഷൻസ്. അതാണ് ബെൽറ്റ് ഡ്രൈവിന്റെ അഡ്വാൻറ്റേജസിനകത്ത് നമ്മൾ പറയുന്നത്. ഡിസഡ്വാൻറ്റേജസിനകത്ത് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ഹൈ സ്പീഡ്, ഹൈ പവർ ആൻഡ് കോമ്പാക്ട് സിസ്റ്റംസ്. ചെറിയ സിസ്റ്റംസിനകത്ത് വളരെ വലിയ സ്പീഡോ വലിയ ഗ്രേറ്റർ പവറോ ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഈ ഒരു ബെൽറ്റ് ഡ്രൈവ് വെച്ചിട്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റില്ല. പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്രയും ഹയർ ക്വാണ്ടിറ്റിയിലും പവറൊക്കെ നമ്മൾ വേണമെങ്കിൽ അത്രയും ഹൈ സ്പീഡിൽ നമുക്ക് എനർജി പവറൊക്കെ ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. ബെൽറ്റ് ലൈഫ് ഈസ് വെരി ഷോർട്ട് ഓർ നീഡ് ഫ്രീക്വന്റ് റീപ്ലേസ്മെന്റ്. ഈസിലി അവൈലബിൾ ആണ്, ഈസിലി റീപ്ലേസബിൾ ആണ്, പക്ഷേ അതിന്റെ ലൈഫ് എന്ന് പറയുന്നത് ആക്ച്വലി വെരി ഷോർട്ട് ആണ്. ആൻഡ് ഓൾസോ ഓപ്പൺ ബെൽറ്റ് ഈസ് അൺസേഫ്. ഇൻ കേസ് ഇത് എന്തെങ്കിലും ബ്രേക്ക് ആയി കഴിഞ്ഞാൽ ഇതിന് നമ്മൾ ഒരു രീതിയിലുള്ള പ്രൊട്ടക്ഷനോ സർഫസ് പ്രൊട്ടക്ഷൻസോ ഒന്നും കൊടുക്കുന്നില്ല. അതുകൊണ്ട് ഇത് എങ്ങോട്ടാണ് ഇത് അടിച്ച് തെറിച്ചു വരുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇത് സേഫ്റ്റിയിൽ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കാറ്റഗറൈസ് ഇൻടു അൺസേഫ് കണ്ടീഷൻ. അൺസേഫ് ആയിട്ടുള്ള ഒരു ഡ്രൈവ് ആണ് എന്ന് പറയുന്നത് ബെൽറ്റ് ഡ്രൈവ്സ് എന്ന് പറയുന്നത്. ഒരുപാട് അപകടങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. ക്ലിയർ? ഓക്കെ, ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് ഗിയർ ഡ്രൈവ്സ് ആണ്. സോ ഗിയർ ഡ്രൈവ് എന്ന് പറയുമ്പോഴത്തേക്കും ഇത് കാണാത്ത ആൾക്കാരുണ്ടാകത്തില്ല. നിങ്ങൾ ചില നമ്മൾ ടോയ് കാർസിനകത്ത് ഉൾപ്പെടെ വരെ നമ്മൾ ഗിയറിന്റെ ഈ ഒരു കോമ്പിനേഷൻസ് കണ്ടിട്ടുണ്ട്. അതായത് ഒരു സർക്കുലർ ഷേപ്പിലുള്ള ഒരു സാധനം, ഒരു ഡിസ്ക് ആണ്, അതിന്റെ മേളിൽ ടീത്തായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഈ ടീത്തും വേറൊരു അതേപോലെയുള്ള ഒരു
ഡിസ്കും അതിന് മേളിൽ ടീത്തും കട്ട് ചെയ്തിട്ട് അത് തമ്മിൽ നമ്മൾ ചേർത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ദേ വിൽ മെഷ് ടുഗദർ. മെഷ് ടുഗദർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടീത്തും കൂടെ എൻഗേജ്ഡ് ആവുന്നതിനാണ് നമ്മുടെ മെഷിങ് എന്ന് പറയുന്നത്, അതായത് ഗിയർ മെഷ് എന്ന് പറയുന്നത്. ഇനി അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പവർ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മുടെ ഒരു ഷാഫ്റ്റിന്റെ ഉള്ളിലൂടെ പോകും, അടുത്ത ഷാഫ്റ്റ് ഇതിന്റെ ഉള്ളിലൂടെ പോകും. എപ്പോഴും നമ്മൾ ആലോചിക്കേണ്ടത് പവർ ട്രാൻസ്മിഷൻ ഷാഫ്റ്റുകളിലേക്കാണ്. ബെൽറ്റ് ഡ്രൈവ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ലോങ്ങർ ഡിസ്റ്റൻസ്, മീഡിയറ്റ്, മോഡറേറ്റ് പവർ എന്ന് പറഞ്ഞു. പക്ഷേ ഗിയർ ഡ്രൈവ് എന്ന് പറയുമ്പോഴത്തേക്ക് ഷോർട്ടർ ഡിസ്റ്റൻസ്, ലോങ്ങർ ഹയർ പവർ എന്നാണ് നമുക്ക് പറയാൻ പറ്റുക. ഭയങ്കര കൂടുതൽ പവേഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗിയർ ഡ്രൈവ്സ് വഴി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. പക്ഷേ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് കുറവായിരിക്കും. Gear is a toothed wheel which meshes with another toothed wheel to give positive transmission of motion between the shaft. ഈ പോസിറ്റീവ് ട്രാൻസ്മിഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ സപ്പോസ് നമ്മുടെ ഷാഫ്റ്റ് നമ്മൾ ബെൽറ്റ് ഡ്രൈവ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡ്രൈവർ പുള്ളി റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങി. ഡ്രൈവർ പുള്ളി റൊട്ടേറ്റ് ചെയ്യുന്ന അതേ സ്പീഡിൽ തന്നെ ബെൽറ്റും റൊട്ടേറ്റ് ചെയ്യണം ആക്ച്വലി. പക്ഷെ അവിടെ എന്തുണ്ടാവാനുള്ള സാധ്യതയുണ്ട്? സ്ലിപ്പ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഡ്രൈവർ പുള്ളി റൺ ചെയ്യുന്ന അതേ സ്പീഡിലായിരിക്കത്തില്ല ബെൽറ്റ് മുകളിൽ പോകുന്നത്. പക്ഷേ ഗിയർ ഡ്രൈവ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നമ്മൾ ഈ ഗിയർ എന്ന് പറയുന്നത് ഡ്രൈവർ ഷാഫ്റ്റിനകത്ത് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. ഡ്രിവൺ ഷാഫ്റ്റിലുള്ള ഗിയറും നമ്മൾ ഇതായിട്ട് മെഷ് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ ഡ്രൈവർ ഷാഫ്റ്റിനകത്ത് വരുന്ന ചെറിയ മൂവ്മെന്റ് പോലും എവിടെ നമ്മളുടെ ഡ്രിവൺ ഷാഫ്റ്റിൽ കിട്ടും. അതായത് ഡ്രൈവർ ഷാഫ്റ്റ് ഉണ്ടാവുന്ന കറക്റ്റ് ഡിസ്പ്ലേസ്മെന്റ് എവിടെ കിട്ടും? ഡ്രിവൺ ഷാഫ്റ്റിലും കിട്ടും. അതാണ് പോസിറ്റീവ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. Okay, for transmitting power, one gear wheel is mounted on the driving shaft and another is mounted on the driven shaft with their teeth meshing. അപ്പം ഇതിന്റെ ടൂത്തഡിന്റെ ആ ഒരു ഗിയർ മെഷീനിൽ വരണമെങ്കിൽ ടീത്തിന്റെ സൈസ് എല്ലാം സെയിം ആയിരിക്കണം, എന്നാൽ മാത്രമേ തമ്മിൽ മെഷ് ചെയ്യത്തുള്ളൂ. Gears are used to transmit moderate or large power over short distance. അതായത് ലാർജ് പവർ ഓവർ ഷോർട്ട് ഡിസ്റ്റൻസിലേക്കാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗിയർ ഡ്രൈവ്സ് യൂസ് ചെയ്യുന്നത്. They are also used to transmit power when change in speed and direction is required between the driving and the driven shaft. അതായത് സ്പീഡിന്റെ വേരിയേഷൻസും ഡയറക്ഷന്റെ വേരിയേഷൻസും വരുമ്പോഴാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഗിയർ ഡ്രൈവ്സ് യൂസ് ചെയ്യുന്നത്. നമുക്ക് നേരത്തെ ഞാൻ കാണിച്ചിരുന്നത് ബെൽറ്റ് ഡ്രൈവ്സ് എപ്പോഴും പാരലൽ ഷാഫ്റ്റുകൾ തമ്മിലുള്ള കണക്ഷൻസിന് വേണ്ടി മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഷാഫ്റ്റുകൾ തമ്മിൽ എപ്പോഴും പാരലൽ ആയിരിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് അതൊക്കെ കണക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇൻ കേസ് അത് പാരലൽ അല്ല, വേറൊരു രീതിയിലുള്ള അറേഞ്ച്മെന്റ് ആണ് വരുന്നതെങ്കിൽ നമുക്ക് ഒരിക്കലും എന്ത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല? ബെൽറ്റ് ഡ്രൈവ് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അവിടെ നമുക്ക് ഗിയർ ഡ്രൈവ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. യൂസ്ഡ് ടു ട്രാൻസ്മിറ്റ് പവർ വെൻ ചേഞ്ച് ഇൻ സ്പീഡ് ആൻഡ് ഡയറക്ഷൻ. ചേഞ്ച് ഇൻ സ്പീഡും ചേഞ്ച് ഇൻ ഡയറക്ഷനും വരുന്ന സമയത്ത് നമ്മൾ എന്ത് ഡിപ്പെൻഡ് ചെയ്യും? ഗിയർ ഡ്രൈവ്സിനെ ആയിരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നത്. ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഓട്ടോമൊബൈൽസ്, മറൈൻ എഞ്ചിൻസ്, ലേത്ത്, milling machines, drilling machines. Different types of machines and different types of engines are utilizing gear drives. ഏതൊക്കെ ടൈപ്പ് ഗിയേഴ്സ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ we are having spur gear, helical gear ഉണ്ട്, bevel gear ഉണ്ട്, worm gear ഉണ്ട്. Clear? Slide മനസ്സിലായോ? ഓക്കെ. ഇനി നമ്മൾ പറയുന്നത് ഷാഫ്റ്റിന്റെ ആക്സിസും ടീത്തിന്റെ ആക്സിസും തമ്മിലുള്ള കണക്ഷനാണ്. ആ രീതിയിലായിരിക്കും നമ്മൾ ഓരോ ഗിയറിനെ ഓരോ ഗിയേഴ്സിനെ പറയുന്നത്. സ്പർ ഗിയർ, ഹെലിക്കൽ ഗിയർ, ബിവൽ ഗിയർ, വേം ഗിയർ എന്നുള്ളത്. അപ്പൊ ഞാനിപ്പോ ഇവിടെ പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ഷാഫ്റ്റുകൾ, ഈ രണ്ട് ഷാഫ്റ്റുകൾ പാരലലുകളാണ്, നോൺ ഇന്റർസെറ്റിംഗ് ആണ് അല്ലെ? പാരലൽ ഷാഫ്റ്റ് ആണ്, നോൺ ഇന്റർസെറ്റിംഗ് ആയിട്ടുള്ള ഷാഫ്റ്റുകളാണ്. ഈ രണ്ട് ഷാഫ്റ്റുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാരലൽ അല്ല, പക്ഷെ ഇന്റർസെറ്റിംഗ് ആണ്, പെർപെൻഡിക്കുലർ ആയിട്ടാണ്. ഈ ഷാഫ്റ്റും എന്താണ്? നോൺ പാരലൽ ആണ്. പക്ഷെ ഈ ഷാഫ്റ്റുകളെ നമുക്ക് ബെൽറ്റ് ഡ്രൈവ് വഴി കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ. ഇനി വേറൊരു ഷാഫ്റ്റ് ഉണ്ട്, പാരലലും അല്ല ഇന്റർസെറ്റിംഗും അല്ല, ഇങ്ങനെ പോകും. അതായത് ഇതിന്റെ മേളിലും പോകും, ഇതിന്റെ അടിയിലുള്ള താഴെ കൂടെ പോകും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പാരലലും അല്ല ഇന്റർസെറ്റിംഗും അല്ല. അങ്ങനെയുള്ള ഡ്രൈവ്സിനൊക്കെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഗിയർ ഡ്രൈവ്സ് യൂസ് ചെയ്യുന്നത്. ഇതൊന്ന് ഓർത്ത് വെച്ചേക്കുക. ദിസ് ഇസ് പാരലൽ നോൺ ഇന്റർസെറ്റിംഗ്, ദിസ് ഇസ് നോൺ പാരലൽ ഇന്റർസെറ്റിംഗ്, ദിസ് ഇസ് നോൺ പാരലൽ ആൻഡ് നോൺ ഇന്റർസെറ്റിംഗ്. ഓക്കെ. ഈ സ്പർ ഗിയർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ടീത്ത് നോക്കി, ഇതാണ് ആക്സിസ്, നമ്മുടെ ഷാഫ്റ്റിന്റെ ആക്സിസ് ഇതാണ്. ഈ ഷാഫ്റ്റിന്റെ ആക്സിസും ടീത്തിന്റെ ആക്സിസും സെയിം ആണെന്നുണ്ടെങ്കിലാണ് നമ്മൾ സ്പർ ഗിയർ എന്ന് പറയുന്നത്. Spur gear means that axis of the shaft and teeth
കട്ട് ചെയ്തിരിക്കുന്ന ആക്സിസും സെയിം ആണെന്നുണ്ടെങ്കിൽ we will say that that is a spur type of gear. So teeth on the cylindrical surface are parallel to the axis of the shaft, used for transmitting power between parallel shaft. അപ്പോൾ സ്പർ ഗിയർ യൂസ് ചെയ്യുന്നത് എപ്പോഴും പാരലൽ ഷാഫ്റ്റുകൾ തമ്മിലുള്ള കണക്ഷന് വേണ്ടിയിട്ടാണ്, പവർ ട്രാൻസ്ഫർ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, സ്പർ ഗിയർ യൂസ് ചെയ്യുന്നത്. സ്പർ ഗിയേഴ്സ് ആർ സബ്ജക്റ്റഡ് ടു മോർ വിയർ വിത്ത് ഹൈ സ്പീഡ്. പക്ഷേ ഇതിനൊരു പ്രശ്നമുണ്ട്, വിയർ ആൻഡ് ടയർ കൂടുതലാണ്. എന്നാൽ ഹൈ സ്പീഡിൽ വരുമ്പോൾ സ്പർ ഗിയേഴ്സിന് വിയർ ആൻഡ് ടയർ കൂടുതലാണ്, സ്പർ ഗിയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു ഷാഫ്റ്റിന്റെ കാര്യം പറഞ്ഞോളൂ. അപ്പോൾ ഇവിടെ രണ്ട് ഷാഫ്റ്റുകൾ വരുന്നത്. സോ ദിസ് ഷാഫ്റ്റ് ഈസ് ആക്സിസിലും പാരലലാണ്, ഇതും പാരലലാണ്. നമുക്ക് ഡയഗ്രത്തിൽ റെപ്രസെന്റ് ചെയ്യാനായിട്ട് ഇതാണ് യൂസ് ചെയ്യുന്നത്. സോ ഷാഫ്റ്റ് ആക്സിസ് പാരലാണ്, ടീത്തിന്റെ ആക്സിസും അതിന് പാരലാണ്. ഈ രണ്ട് ഷാഫ്റ്റുകൾ നോക്കുകയാണെങ്കിൽ ആ രണ്ട് ഷാഫ്റ്റുകളും പാരലാണ്. ദേ ആർ നോട്ട് ഇന്റർസെക്റ്റിംഗ് പാരലൽ ഷാഫ്റ്റ്. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്പർ ഗിയേഴ്സ് കണക്ഷൻ യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? വീഡിയോ ഇതാണ് സ്പർ ഗിയർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ആക്സിസുകൾ എല്ലാം, ആക്സിസ് ഈ ഷാഫ്റ്റുകളുടെ എല്ലാം ആക്സിസ് പാരലലാണ്, ആക്ച്വലി പാരലലാണ്, ദേ ആർ നോട്ട് ഇന്റർസെക്റ്റിംഗ് ആണ്. ഇനി ഓരോ ടീത്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആക്സിസിന് പാരലലായിട്ടായിരിക്കും ആ ടീത്തിന്റെ എല്ലാം ആക്സിസ് വരുന്നത്. പിന്നെ പറഞ്ഞിരിക്കുന്നത് വിയർ കൂടുതലാണ് ഹൈ സ്പീഡുകളിൽ പോകുമ്പോഴത്തെ, ഹൈ സ്പീഡ് ട്രാൻസ്മിഷൻ വരുന്ന സമയത്ത് വിയർ കൂടുതലാണ്. ക്ലിയർ? The next one is the helical gear. അപ്പോൾ ഇതിനകത്ത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇതാണ് ആക്സിസ്. This is the axis. ഈ ആക്സിസിന് ഇൻക്ലൈൻഡ് ആയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ടീത്ത് എല്ലാം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിനാണ് നമ്മൾ ഹെലിക്കൽ ഗിയർ എന്ന് പറയുന്നത്. സോ ഹെലിക്കൽ ഗിയേഴ്സ് ആർ സിലിണ്ടറിക്കൽ ഇൻ ഷേപ്പ് and have teeth on the cylindrical surface are cut at an angle to the axis of the shaft. ഷാഫ്റ്റിന് ഒരു ആംഗിൾ കൊടുത്ത് കട്ട് ചെയ്യുന്ന ഗിയേഴ്സിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹെലിക്കൽ ഗിയേഴ്സ് എന്ന് പറയുന്നത്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ടേക്സ് ഹയർ ലോഡ്സ് അറ്റ് ഹയർ സ്പീഡ് ആൻഡ് ഓപ്പറേഷൻ ഈസ് വെരി സ്മൂത്ത് ആൻഡ് ക്വയറ്റ്. അപ്പം ഹയർ ലോഡിൽ, ഹയർ സ്പീഡിനകത്ത് ഹയർ ലോഡ് എടുക്കാൻ പറ്റും. ദെൻ ഓപ്പറേഷൻ എന്ന് പറയുന്നത് സ്മൂത്ത് ആൻഡ് ക്വയറ്റും ആണ്. പക്ഷേ സ്പർ ഗിയർ എന്ന് പറയുന്നത് എന്താണ് കുറെ സ്പീഡിൽ പോകുമ്പോഴത്തേക്കും ഗിയേഴ്സ് കൂടുതലാണ്. സോ മോസ്റ്റ് പവർ ട്രാൻസ്മിഷൻ സിസ്റ്റം യൂസസ് ഹെലിക്കൽ ഗിയേഴ്സ്. അപ്പോൾ ഇതും കണക്ഷൻ എന്ന് പറയുന്നത് പാരലൽ ഷാഫ്റ്റുകൾ തമ്മിലാണ്. പക്ഷേ ഹൈ സ്പീഡ്, ഹൈ പവർ, സ്മൂത്ത് ആൻഡ് ക്വയറ്റ് ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹെലിക്കൽ ഗിയേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അല്ലേ? ഇതാണ് ഹെലിക്കൽ ഗിയേഴ്സ് എന്ന് പറയുന്നത്. പാരലൽ ഷാഫ്റ്റുകളാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ആക്സിസ് എന്ന് പറയുന്നത് എന്താണ്, ഇൻക്ലൈൻഡ് ആണ്. ക്ലിയർ? ഇതാണ് ഒരു ഷാഫ്റ്റിന്റെയും മെഷീനും വരുന്നത്. ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു കണക്ഷൻ ആയിരിക്കും. ഷാഫ്റ്റുകൾ എന്ന് പറയുന്നത് പാരലൽ ആയിരിക്കും, പാരലൽ നോൺ ഇന്റർസെക്റ്റിംഗ്. ഓക്കെ, ഇനി അടുത്ത സെക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നത് പാരലൽ അല്ല, പക്ഷെ ഇന്റർസെക്റ്റിംഗ് ആണ്. അങ്ങനെയുള്ള ടൈപ്പിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഗിയേഴ്സ് ആണ് ബിവൽ ഗിയേഴ്സ് എന്ന് പറയുന്നത്. ഇതിന്റെ ആക്സിസ് ഇതാണ്, ഇതിന്റെ ആക്സിസ് ഇതാണ്, ഇത് തമ്മിൽ ഇന്റർസെക്റ്റിംഗ് ആണ്, പക്ഷെ നോൺ പാരലൽ. അങ്ങനെയുള്ള ടൈപ്പിൽ നമുക്ക് പവർ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബിവൽ ഗിയേഴ്സ് യൂസ് ചെയ്യുന്നത്. സോ ബിവൽ ഗിയേഴ്സ് ആർ ട്രങ്കേറ്റഡ് കോണിക്കൽ ഇൻ ഷേപ്പ് and the gear teeth are cut on the conical surface. ഒരു കോണിക്കൽ സർഫസിൽ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നതാണ് എന്ന് പറയുന്നത് ഈ ബിവൽ ഗിയേഴ്സിന്റെ ടീത്തുകളെല്ലാം എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഈസ് യൂസ്ഡ് ടു നോൺ പാരലൽ ബട്ട് ഇന്റർസെക്റ്റിംഗ് ഷാഫ്റ്റ്. സോ ഇൻ മോസ്റ്റ് ഓഫ് ദ കേസസ് ബിവൽ ഗിയേഴ്സ് അറ്റ് ആൻ ആംഗിൾ ബിറ്റ്വീൻ ഷാഫ്റ്റ് ഈസ് 90 ഡിഗ്രി. ഇപ്പോഴും മിക്കവാറും 90 ഡിഗ്രി ആയിരിക്കും ഇത് തമ്മിലുള്ള ആംഗിൾ ഓഫ് ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത് മിക്കവാറും. അതാണ് ബിവൽ ഗിയേഴ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് യൂസ്ഡ് വെയർ the parallels are intersecting but they are not parallel.
ഇതാണ് ബിവൽ ഗിയേഴ്സ് എന്ന് പറയുന്നത്. So their axes are not intersecting. Clear? മനസ്സിലായല്ലോ? Yes, sir. The next one is the worm gear. വേം ഗിയേഴ്സ് ഞാൻ പറഞ്ഞിരുന്നു. വേം ഗിയേഴ്സ് എന്ന് പറഞ്ഞാൽ അടുത്ത എന്താണ് ഇനി വരുന്നത്? അത് ഞാൻ പറഞ്ഞ പാരലൽ നോൺ ഇന്റർസെക്റ്റിംഗ്. പിന്നെ എന്താ പറഞ്ഞത്? നോൺ പാരലൽ ഇന്റർസെക്റ്റിംഗ്. ഇനി അടുത്ത എന്താ ഉള്ളത്? നോൺ പാരലൽ നോൺ ഇന്റർസെക്റ്റിംഗ്. അപ്പൊ ഇത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ഇതിന്റെ ആക്സിസ് ഇങ്ങനെയാണ് പോകുന്നത്, ഇതിന്റെ ആക്സിസ് ഇങ്ങനെയാണ് പോകുന്നത്. ഇത് തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? നോൺ ഇന്റർസെക്റ്റിംഗ് ആൻഡ് നോൺ പാരലൽ. അപ്പൊ അങ്ങനെയുള്ള ഗിയേഴ്സ്, അങ്ങനെയുള്ള പവേഴ്സ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? വേം ഗിയേഴ്സ് യൂസ് ചെയ്യുന്നത്. A worm drive is a gear arrangement in which a worm, which is a gear in the form of screw. ഇതാണ് നമ്മൾ വേം എന്ന് പറയുന്ന സാധനം. ഇവിടെ പറഞ്ഞ ഇതാണ് വേം. ഈ സാധനം ആണ് വേം എന്ന് പറയുന്നത്. ഇത് റൊട്ടേറ്റ് ചെയ്തോണ്ടിരിക്കും. ഇതും ഇതിന്റെ വേം ഗിയറിന്റെ ടീത്തും ഈ ഒരു ഗിയറും തമ്മിൽ എന്ത് ചെയ്യും? കണക്ഷൻ ഉണ്ടായിരിക്കും. So these are actually non-parallel, non-intersecting power transmission systems. A worm gear is used when a large speed reduction ratio is required between the crossed axis shaft. വളരെ ചെറിയ വളരെ വലിയ പവർ സ്പീഡ് റേഷ്യോസ് ഒക്കെ വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വേം ഗിയേഴ്സ് യൂസ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് വേം ഗിയർ എന്ന് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ, ഇത് നമ്മൾ ഈ ഒരു ഗിയർ, അതായത് വേം ഗിയർ ഇത് റൺ ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ നമ്മുടെ ഈ വേം ഉണ്ടായിട്ടുണ്ടല്ലോ, ഈ അട്ട, അതിന്റെ കാലുകൾ ഇങ്ങനെ പോകുന്നുണ്ടല്ലോ ആ മൂവ് ചെയ്യുന്ന സമയത്ത്, അതേപോലെ തോന്നും നമുക്ക് ഇത് റൊട്ടേഷൻ കണ്ടു കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് ആക്ച്വലി വേം ഗിയർ എന്നുള്ള പേര് വരുന്നത്. ഓക്കെ, സോ യൂസ് ടു വേർ എപ്പോഴാണോ നമുക്ക് ലാർജ് സ്പീഡ് റിഡക്ഷൻ റേഷ്യോസ് വേണ്ടത്, അവിടെയാണ് നമ്മൾ വേം ഗിയേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇതാണ് വേം ഗിയർ അറേഞ്ച്മെന്റ്. They are actually non-parallel, non-intersecting power transmission systems. Clear? Yes, sir. Yes, sir. ഇതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. So the advantages of gear drives. So we can get high efficiency transmission. നമ്മൾ നേരത്തെ പറഞ്ഞു പോസിറ്റീവ് ആയിട്ടുള്ള പവർ ട്രാൻസ്മിഷൻ ആണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്, ഗിയർ ഡ്രൈവ്സിനകത്ത് വരുന്നത്. സോ ദ എഫിഷ്യൻസി ഈസ് വെരി മച്ച് ഹൈ. പ്ലസ് മെയിൻ്റെനൻസ് കോസ്റ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി യൂസേജ്. നമ്മൾ എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും മെയിൻ്റെനൻസ് കോസ്റ്റ് വരുന്നത്. Used in non-intersecting and non-parallel shaft. അതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. We will get very high accuracy for the power transmission. Advantages നകത്ത് വരുന്നത്. Disadvantages പറയുന്നത് it is not suitable for large center distance. അപ്പം സെന്റർ ഡിസ്റ്റൻസ്, രണ്ട് ഷാഫ്റ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ കുറഞ്ഞു വരുന്ന സ്ഥലങ്ങളിൽ മാത്രമേ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഗിയർ ഡ്രൈവ്സ് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സെന്റർ ഡിസ്റ്റൻസ് കൂടുതലാണെങ്കിൽ, ഈ ഡിസ്റ്റൻസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ we have to depend on another type of power transmission systems. Gear drives need lubrications because there comes in contacts. Meshing ഒക്കെ വരുന്നതാണ്, അതുകൊണ്ട് proper lubrications ആവശ്യമുണ്ട്. And also the maintenance cost is very much high. In gear drives there is power loss due to friction. In case the lubrication is not much good, there is a possibility of friction development between the meshing. And also the production of the gear is very much high. ഈ ഒരു സാധനത്തിന്റെ ഗിയറിന്റെ പ്രൊഡക്ഷനും അതിന്റെ കോസ്റ്റ് ഒക്കെ വളരെ കൂടുതലാണ്. And ഡിസഡ്വാൻറ്റേജസിനകത്ത് വരാനുണ്ട്. മനസ്സിലായി? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ?